വികാസ് ഇന്നത്തെ പണിയുണ്ടായിന് അതുകൊണ്ട് വീട്ടിലാന്ന് ഒരു 3 ദിവസത്തെ പണിയേ ഉള്ളൂ. അത് കഴിഞ്ഞു. 3 ദിവസത്തെ പണിയെടുത്തിന് ഒരു 5 പൈസ പോലും കിട്ടിയില്ല. എന്തുകൊണ്ട് 3 ദിവസം പണിയെടുത്ത് ഇതുവരെ പൈസ കൊടുക്കാത്തത്? എൻ്റെ ഉണ്ണേട്ടാ ആകെ 3 ദിവസത്തെ പണിയെടുത്തുള്ളൂ. ഇപ്പം 4 ദിവസത്തെ പൈസ പറ്റാന്ന്. ഞാൻ എവിടെ നിന്ന് ഇവന് പൈസ എടുത്ത് കൊടുക്കണ്ടേ? പറ്റില്ലാണ്ട് പിന്നെന്ത് പണിയാന്നിപ്പാ? വിളക്ക് നോക്കണ സമയം. നീ പണിക്കോ തുടങ്ങാ മൈര നീയൊന്നും പണിക്ക് പോകൂല. എന്റെ പണിക്കോന്ന് പറഞ്ഞാൽ മറ്റേതാക്കണ്ട നായിന്റെ മോനെ. എടാ സൈത്തേ, നീ കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞതല്ലേ തേക്കാൻ വരുമെന്ന്. ഇപ്പൊ എത്ര ദിവസമായി? ആളെ പറ്റിക്കുന്ന ഒരു കണക്ക് വേണം കേട്ടാ. നിങ്ങളെ മോളോട് തന്നെ പറ തേക്കാൻ. ഓക്ക് നല്ല തേച്ച് പരിചയമുണ്ട്. നീ ഇതെന്നാടോ അവരോട് പറയുന്നത്? നിനക്കറിയില്ലേ നമ്മളെ സുഭാഷിനെ തേച്ചത് ഓരോ മോളല്ലേ? ഓളെണ്ണം തേക്കിട്ടെന്ന്. ഓള് നല്ലോണം തേക്കും. എന്നാ നോക്കിക്കുന്നു? ഓട്ടോറിക്ഷ പിടിക്കറാ? ഓട്ടോറിക്ഷ പിടിക്കണ? ബസ്സിന് പോയാൽ പോരെ? ഈ ചട്ടിയും കോലും കൂട്ടി എല്ലാം എടുത്തിട്ട് ബസ്സിന് പോകാനാ നീ എന്നാ ഈ പറയുന്നത്? അതല്ലടാ, ആകെ 3 ദിവസത്തെ പണിയേ ഉള്ളൂ. പൈസ ഇല്ല. അതുകൊണ്ട് നാളെ സംഘത്തിൽ പൈസ കൊടുക്കാനുണ്ട്. പിന്നെ ഓളെ വീട്ടിലേക്ക് മീൻ മേടിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ദിവാരാൻ്റെ വീട്ടിൽ പറ്റു കൊടുക്കാനുണ്ട്. നീ എന്നീ പറയുന്നത്? മീനെല്ലാം നാളെ വാങ്ങിയാൽ മതി. എടാ, ആകെ ശനിയാഴ്ച വീട്ടിലേക്ക് മീൻ മേടിക്കുന്നത്. പിന്നെ ഓളെ മൂത്ത് നോക്കാൻ പറ്റുമോ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഈ ആഴ്ച സംഘത്തിൽ പൈസ കൊടുക്കണ്ട. എടാ, കഴിഞ്ഞ ആഴ്ച സംഘത്തിൽ കുറിയുന്ന രാജേഷനാണ്. അത് ഞാൻ ചോദിച്ചു മേടിച്ചതാ. അപ്പോൾ ആദ്യത്തെ ആഴ്ച എനിക്ക് മുടക്കാൻ പറ്റുമോ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ദിവാരാട്ടിൻ്റെ വീട്ടിലെ പൈസ ഈ ആഴ്ച കൊടുക്കണ്ട. എടാ, ഒരാഴ്ച പീടിന് സാധനം മേടിച്ച പൈസ അവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ പീടിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ അങ്ങനെ പോവാ? എന്നാ നീ പറയുന്നത്? ഞാൻ നിങ്ങളെ നല്ല ഇനാ പറയുന്നത്. ഇത് തേങ്ങ വീഴുന്ന തെങ്ങാണ്. കുറച്ചങ്ങോട്ട് മാറി നിന്നാ നിങ്ങൾക്ക് നല്ലത്. എപ്പോഴും പറയാൻ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. என்னடா உங்களுக்கு என்ன தெரியுமா? அண்ணாச்சி, அது ஒன்றும் வேலை இல்லையா? 3 മാസമായില്ലടാ നിങ്ങൾ പൈസ വാങ്ങിയിട്ട്. ഞാമയാക്കിയില്ല. ഞാൻ വീട്ടിൽ വിളിച്ച് വന്ന് പോയപ്പോൾ നിങ്ങളില്ല. എൻ്റെ ഫോൺ എടുക്കുന്നില്ല. എന്താടാ നിങ്ങൾ ഇപ്പം എനിക്ക് പൈസ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോണ വട്ടമില്ല. പൈസ ഇപ്പം വേണം. എപ്പോൾ ചോദിക്കുമ്പോൾ വേലയില്ല. വേലക്ക് വേണ്ടി സാധനം കെട്ടിട്ട് ഈടെ പോയി നീ ഇതിൽ കാണുന്നില്ല എൻ്റെ സാധനം. പൈസ എനിക്ക് ഇപ്പം കിട്ടണം. ഇപ്പം ബ്ലേഡ് കാരനാണ്. പെട്ടുമല്ലോ. ഇപ്പം നിന്റെ കണക്കെല്ലാം ശരിയായില്ലേ? വേഗം എങ്ങനെയെങ്കിലും പൈസ കൊടുത്തിട്ട് ഒഴിവാക്കാൻ നോക്ക്. ആളെല്ലാം നോക്കി ബ്ലേഡുകാർ പിടിച്ചതാണോ കേട്ടാ പൈസ കൊടുക്കാനുണ്ടായിട്ട്? മതിയടാ എണ്ണിയത്. അഥവാ പലിശയും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ നമ്മ വിളിച്ച് പറയാം കേട്ടാ. ഇപ്പം നിന്റെ കണക്കെല്ലാം ശരിയായില്ലേ? വലിച്ചു നടന്നോ. അവിടെ ബിജു, ഇനി സാധനം എടുത്തോ. ബാ, നമുക്ക് ആ കണ്ടത്തിലേക്ക് കൂടി പോവാം. ഇനി ബസ്സുമില്ല, വിമാനവുമില്ല, ഒന്നുമില്ല. വാ, നടക്ക്. ഇതാണ് ഒരു കൂലിപ്പണിക്കാരൻ്റെ ശനിയാഴ്ചത്തെ അവസ്ഥ. ആ മുട്ട പറഞ്ഞേരേ ആർന്ന് മാറി എന്നാ മതിയായിരുന്നു.